വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു അങ്ങോട്ട് വീഴാനായിട്ട് തുടങ്ങുമ്പോൾ ശാലിനി അങ്ങ് പിടിക്കുകയാണ്. അന്നേരം വിഷ്ണുവും ശാലിനി ഇങ്ങനെ വട്ടം ചുറ്റി പിടിക്കുന്നുണ്ട്. തുടർന്ന് അവരിങ്ങനെ വിഷ്ണു ആണെങ്കിൽ ശാലിനി ഇങ്ങനെ മുഖത്തേക്കും ചുണ്ടിലേക്കും ഒക്കെ ഇങ്ങനെ കണ്ണുകളിലേക്കും ഒക്കെ ഇങ്ങനെ നോക്കുകയാണ്. തുടർന്ന് വീണു പോയേനെ എന്നിങ്ങനെ പറയുമ്പോൾ വീണില്ലല്ലോ, ഞാനുണ്ട് കൂടെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ആ പിടി വിടുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുട്ടൻ കിടന്നോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആ കട്ടിലേക്ക് ഇരുന്നിട്ട് പതിയെ കാലൊക്കെ ഇങ്ങോട്ട് വെച്ച് കാലൊക്കെ വേദനിക്കുന്ന ആന്നൊക്കെ വിളിക്കുന്നുണ്ട് വിഷ്ണു. എന്നിട്ട് അങ്ങോട്ട് കിടക്കുകയാണ്. അന്നേരം ശാലിനിയോട് ചോദിക്കുകയാണ്, ഇനി എന്താ ഇയാളുടെ തീരുമാനം, നിന്നുറങ്ങാനോ കിടന്നുറങ്ങാനോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഞാൻ കിടന്നുറങ്ങിക്കോളാം എന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ താളോടിക്കുകയാണ്. എന്നിട്ട് ശാലിനി തന്നെ ഇങ്ങനെ നോക്കുകയാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ ഇങ്ങനെ പൊതുപ്പൊക്കെ മൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ശാലിനി കിടക്കുന്നില്ല. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതിങ്ങനെ വിഷ്ണു ഇങ്ങനെ പറയുകയാണ്. വിഷ്ണുവിന് ആകപ്പാടെ ഒരു സന്തോഷമാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ മടിച്ച് കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങ് കിടക്കുകയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ സന്തോഷമാണെങ്കിൽ പറഞ്ഞറിയിക്കാനായിട്ട് കഴിയുന്നില്ല. തുടർന്ന് വിഷ്ണു ഇങ്ങനെ ശാലിനിയെ നോക്കി കിടക്കുകയാണ്. അന്നേരം എന്താ ഉറങ്ങുന്നില്ലേ, വിഷ്ണുവിന് ഉറങ്ങുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എങ്ങനെ ഉറങ്ങാനാണ് എന്നിങ്ങനെ വിഷ്ണു ചരിഞ്ഞ് കിടന്നുകൊണ്ട് ശാലിനിയെ നോക്കി ചോദിക്കുകയാണ്. അന്നേരം സാധാരണ രാത്രി മനുഷ്യന്മാരെങ്ങനെയാണ് ഉറങ്ങുന്നത് അതുപോലെ ഉറങ്ങണമെന്ന് പറയുന്നുണ്ട്. കണ്ണടച്ച് ഉറങ്ങണമെന്ന് പറയുമ്പോൾ കണ്ണടച്ചാൽ ഒരേ ഒരു രൂപം മാത്രമേ മനസ്സിലുള്ളൂ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ അത് ഇന്നല്ലേ, പക്ഷേ മറ്റുള്ള രാത്രികളിൽ ഈ മുഖമല്ലല്ലോ, വേറെ മുഖമല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനിയുടെ കണ്ണിൽ നിന്നങ്ങ് കണ്ണീരങ്ങ് ഒഴുകുന്ന കാണുന്നുണ്ട്, വലത് സൈഡിലെ കണ്ണിൽ നിന്നും. പക്ഷേ വിഷ്ണു അത് കാണുന്നില്ല. തുടർന്ന് വിഷ്ണു പറയുകയാണ്, ശാലിനി അത് എന്നും പറഞ്ഞിട്ട് വിഷ്ണു അത് പറയാനായിട്ട് വരുന്നുണ്ട്. കാർത്തികയുടെ കാര്യമാണ്. പക്ഷെ പെട്ടെന്ന് വിഷ്ണുവും കണ്ണിറുക്കി അടച്ചിട്ട് അങ്ങ് നേരെ ഇങ്ങ് കിടക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ടാന്ന് വിളിച്ചിട്ട് ശാലിനി ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടൻ എന്തോ പറയാനായിട്ട് വന്നല്ലോ, പാതി വഴിക്ക് വെച്ച് എന്താ നിർത്തിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു മനസ്സിൽ പറയുകയാണ്, കാർത്തികയായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടി വരും, പിന്നെ സത്യം മനസ്സിലാക്കാനായിട്ട് കഴിയില്ല എന്നിങ്ങനെ വിഷ്ണു മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവേട്ടൻ എന്താ പറയാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നുമില്ല എന്നിങ്ങനെ വിഷ്ണു പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ആ നിവർന്ന് തന്നെ കിടക്കുകയാണ്. വിഷ്ണുവിനെ നോക്കുന്ന പോലും ഇല്ല. പക്ഷേ ഇങ്ങനെ ഏറുകണ്ണിട്ട് ശാലിനി നോക്കുന്നുണ്ട്. അതിനുശേഷം ചോദിക്കുകയാണ്, വിഷ്ണുവേട്ടന് ഓർമ്മയുണ്ടോ, നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ട് ഒരു ബെഡിൽ കിടന്നപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു അതിർവരമ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വിഷ്ണു ഓർക്കുന്നുണ്ട്. അന്ന് ശാരദാമ്മയുടെ വീട്ടിലാണ് ആദ്യമായിട്ട് ഒരുമിച്ച് കിടന്നത്. ഇവരുടെ വീട്ടിൽ സത്യഭാമയുടെ വീട്ടിൽ നിന്ന് അവിടത്തേക്ക് പോയപ്പോൾ അന്നേരം ശാലിനി ഒരു തലോണ എടുത്ത് വെച്ചതും വിഷ്ണുവിനെ അടുത്ത് കിടക്കാനായിട്ട് സമ്മതിക്കാത്തതും ഒക്കെ ഓർമ്മിക്കുന്നുണ്ട്. അതിന് മുന്നേ ശാലിനി കട്ടിലേക്ക് കിടക്കുമ്പോൾ വിഷ്ണു ഓർക്കുന്നുണ്ട്. അവർ ആ റൂമിൽ തന്നെ കട്ടിലും തറയിലുമായിട്ട് കിടക്കുന്ന സീനുകൾ ഓർമ്മിക്കുന്നുണ്ട്. ശാലിനി ഉറങ്ങിയ ശേഷം വിഷ്ണു പതിയെ ഇങ്ങനെ എഴിഞ്ഞ് ശാലിനിയുടെ അടുത്തേക്ക് വരുന്നതും ശാലിനി കണ്ണുറങ്ങുമ്പോൾ അവിടെ പോയി കിടക്കുമെന്ന് പറഞ്ഞതും പിന്നെ ലഡു കഴിച്ചതും അതിനുശേഷം ശാലിനി എന്തോ വിഷ്ണുവിൻ്റെ ഫോണോ ലഡു എന്താ എടുക്കാനായിട്ട് വന്നപ്പോൾ കൈ തെറ്റി വിഷ്ണുവിൻ്റെ കവിളിലേക്ക് ഉമ്മ കൊടുക്കുന്ന ആ സീനുകളിലൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇതൊക്കെ കാണിക്കുന്നത്. തുടർന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ നമ്മൾക്കിടയിൽ ഒരു അതിർവരമ്പുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ, പക്ഷെ അത് തീർത്തത് വിഷ്ണുവിനാണ് എന്നിങ്ങനെ പറഞ്ഞ് ശാലിനിയുടെ കണ്ണങ്ങ് നിറഞ്ഞൊഴുകുകയാണ്. അന്നേരം അത് ശാലിനി അത് എന്നും പറയുമ്പോൾ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് വിഷ്ണുവേട്ടാന്ന് പറഞ്ഞ് ശാലിനി ഇങ്ങനെ കണ്ണിറുക്കി അടക്കുകയാണ്. അന്നേരവും വിഷ്ണു എന്തൊക്കെയോ പറയാനായിട്ട് വരുന്നുണ്ട് ഒന്നും പറഞ്ഞ്, പക്ഷേ ഞാൻ ഉറങ്ങി വിഷ്ണുവേട്ട എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി കണ്ണിറുക്കി നന്നായിട്ട് അടയ്ക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് മനസ്സിലാവുകയാണ് ഇനിയൊന്നും സംസാരിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത്. ഇതേസമയം കാർത്തികയാണെങ്കിൽ റൂമിൽ ഉറക്കമില്ലാതെ നടക്കുകയാണ്. അന്നേരം സത്യഭാമയാണെങ്കിൽ തനിക്ക് മാനസിക രോഗമുണ്ടെന്നുള്ള സംശയം പറഞ്ഞതും ശാലിനി തന്നെ തല്ലിയതും പിന്നെ കൊറിയറിൽ പിന്നെ ഹർഷൻ്റെയും ഒരു പെൺകുട്ടിയുടെയും കല്യാണ ഫോട്ടോയും കണ്ടില്ലേ, അതൊക്കെ ഓർത്ത് ആകെ അങ്ങ് ദേഷ്യം കയറുകയാണ്. എന്നിട്ട് അടി കൊണ്ട് ആ കവിളിങ്ങനെ തടവുന്നുണ്ട്. മനുഷ്യൻ്റെ ഉറക്കവും പോയി, പല്ലും വേദനിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് പല്ല് വേദനയ്ക്കുള്ള ടാബ്ലറ്റ് ബാഗിലുണ്ടല്ലോ, ബാഗ് മുകളിലത്തെ മുറിയിലല്ലേ, വിഷ്ണുവിൻ്റെ മുറിയിലല്ലേ എന്നും പറഞ്ഞിട്ട് അതെടുക്കാമെന്നും പറഞ്ഞ് കാർത്തികയെ റൂമിൻ്റെ വാതിൽക്കൽ വരുമ്പോൾ എന്നിട്ട് ലോക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അന്നേരം മുറി പൂട്ടിയിരിക്കുന്നു. താക്കോൽ അതിൽ തന്നെ ഉണ്ട്. ലോഹിത് അത് കൊണ്ടുപോയിട്ടില്ല, താക്കോൽ അതിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അന്നേരം ഈ രാത്രി വിഷ്ണുവേട്ടൻ മുറിയും പൂട്ടിയിട്ട് എങ്ങോട്ടാണ് പോയത് എന്നും പറഞ്ഞ് കാർത്തിക ചുറ്റുമൊക്കെ നോക്കിയിട്ട് അത് താക്കോൽ വെച്ച് ലോക്ക് അഴിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ആ കാഴ്ച കൊണ്ട് കാർത്തിക ആകെ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. വിഷ്ണുവും ശാലിനിയും കൂടി ഒരു ബെഡിൽ ഒരുമിച്ച് കിടന്ന് രണ്ടുപേരും ഉറക്കമായി കഴിഞ്ഞിരുന്നു. അന്നേരം പണ്ടൊക്കെ പിന്നെ ആയിരുന്നു, ഇപ്പോൾ അപ്പൊയാണ്. അപ്പോഴപ്പോഴാണ് പാടത്ത് ജോലി മരമ്പത്ത് കൂലിയും ഉടനെ തന്നെ ഉണ്ടാകും. ഇനി എൻ്റെ പല്ലുവേദനയ്ക്കുള്ള മരുന്നിൻ്റെ ആവശ്യമില്ല, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതേപോലെ അവരെ ഉണർത്താതെ അതേപോലെ റൂം അങ്ങ് ലോക്ക് ചെയ്തിട്ട് സത്യഭാമയെ കാണാനായിട്ട് ഓടി താഴേക്ക് വരുന്നുണ്ട്.
ഇതേ സമയം ഭാമയാണെങ്കിൽ താഴെ ഹാളിലിരുന്ന് കണക്കുകളൊക്കെ നോക്കുകയാണ്. അന്നേരം കാർത്തികയാണെങ്കിൽ ഓടി കരഞ്ഞ് വിഷമമൊക്കെ ഭാവിച്ചുകൊണ്ട് ഓടി വരികയാണ്. അന്നേരം ഭാമ ആദ്യം ശ്രദ്ധിക്കുന്നില്ല, കാർത്തിക വന്ന് നിൽക്കുന്ന മാത്രമേ നോക്കുന്നുള്ളൂ. മോളും ഇനിയിപ്പോൾ ബിസിനസ് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം, എന്നാലേ എല്ലാ കാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധ ഉണ്ടാവുകയുള്ളൂ. മോളെ ഒരു അന്യായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഇവിടുത്തെ ഒരു അംഗത്തെ പോലെയാണ് വന്ന് കയറിയപ്പോൾ മുതൽ ഞാൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ബിസിനസ് കാര്യമൊക്കെ പറയുമ്പോൾ കാർത്തികിന് വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം മോളെ എന്താ വിഷമിച്ചിരിക്കുന്നത്, എന്തോ അലട്ടുന്നത് പോലെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ കണ്ട കാര്യം, എനിക്ക് ഏതൊരു ഭാര്യ എന്നുള്ള പദം എനിക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല, എൻ്റെ ഒരു അവകാശം തട്ടിയെടുക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ എന്തായി പറയുന്നതെന്നും പറഞ്ഞ് ഭാമ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ഭാര്യ ഏതൊരു പെണ്ണിൻ്റെയും ആഗ്രഹമാണ് സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹം പങ്കുവെച്ച് പോകാതെ, ഭാര്യ അല്ല സഹോദരിക്കോ അമ്മയ്ക്കോ ഒന്നും പങ്കുവെച്ച് പോകുന്ന ഇഷ്ടമായിരിക്കില്ല, അവളുടെ മാത്രമായിരിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ അങ്ങനെ ഒരു സാധാരണ പെണ്ണാണ്, വലിയ വിശാല മനസ്കതയൊന്നും എനിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഭാമയ്ക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ഭാമ പറയുകയാണ്, ഈ സത്യഭാമ മോൾക്ക് വാക്ക് തരികയാണ്, വിഷ്ണുവിൻ്റെ ഭാര്യ എന്നും മോള് തന്നെ ആയിരിക്കും, അവൻ്റെ സ്നേഹം എന്നും മോൾക്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് കയ്യിലടിച്ച് ഇങ്ങനെ വാക്ക് കൊടുക്കുമ്പോൾ, എന്നിട്ടാണോ സത്യമ്മയുടെ മൂക്കിൻ്റെ തുമ്പത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്? ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാനായിട്ട് പറ്റില്ല. വിഷ്ണുവേട്ടൻ ആദ്യം അത് കണ്ടപ്പോൾ അവളെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നിയത്, പിന്നെ സത്യാമ്മയെ ധിക്കരിക്കേണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇതിവിടെ വന്ന് പറഞ്ഞത്. ഇത്രയും നേരം ഞാൻ പിടിച്ചു നിന്നു, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല, ഇനി ഞാൻ ഇടപെടും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് പറയുന്നത് തെളിച്ച് പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരവും അവൾക്കും വിഷ്ണുവേട്ടനും പിന്നെ ഒരു ബോധം വേണ്ടേ, ഞാൻ അവരുടെ ചിന്തയിൽ പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ശാലിനി വിഷ്ണുവുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നു എന്നുള്ളതാണോ നിൻ്റെ സംശയം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് സംശയം മാത്രമല്ല, അത് പതിയെ പറയേണ്ട കാര്യമല്ല, എല്ലാ അർത്ഥത്തിലും അവർ ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്താ നീ കണ്ടത് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം ആ ഭാവം എൻ്റെ നാവിൽ നിന്ന് തന്നെ പറയണോ, ഇനി ആ കാഴ്ച എനിക്ക് കാണാനായിട്ട് സാധിക്കില്ല, സത്യാമ്മ തന്നെ പോയി നോക്കാം ആ മുറിയിൽ എന്താണ് നടക്കുന്നതെന്ന്, എനിക്കിത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ഭാമ ആകെ അങ്ങ് കലി കയറുകയാണ്. ആദ്യം പിന്നീട് കാർത്തികയോട് ചൂടായൊക്കെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്, നീ എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയുന്നൊക്കെ ചൂടാവുമ്പോഴാണ് ഇങ്ങനെ കാർത്തിക പറയുന്നത്, ആ മുറിയിൽ നടക്കുന്ന എന്താണെന്ന് സത്യാമ്മ തന്നെ പോയി നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കുമെന്നും പറഞ്ഞിട്ട് ഭാമ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. റൂമിൻ്റെ വാതിൽക്കൽ എത്തുമ്പോൾ കാർത്തിക പറയുന്നുണ്ട്, എനിക്ക് ഒന്നുകൂടി ആ കാഴ്ച കാണാനായിട്ട് വയ്യ, ഞാൻ പോവുകയാണ് എന്നിങ്ങനെ കാർത്തിക പറയുമ്പോൾ നീ ഒരിടത്തേക്കും പോകുന്നില്ല, നിനക്ക് തന്നെയാണ് ഈ വീട്ടിൽ അവകാശമുള്ളത്, നീ അകത്തുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങോട്ട് വാതിൽ അങ്ങോട്ട് തുറക്കുമ്പോൾ ശാലിനിയും വിഷ്ണുവും കൂടി ഇങ്ങനെ ഒരുമിച്ച് കട്ടിൽ കിടന്നുറങ്ങുന്ന കാണുമ്പോൾ ഭാമ ആകെ അങ്ങ് ദേഷ്യം ആകെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് സത്യഭാമയും കല്ലി തുള്ളുകയാണ്. എന്നിട്ട് ശാലിനി എന്നിങ്ങനെ ഉറക്കനെ വിളിക്കുകയാണ്. എന്നിട്ട് ശാലിനിയും കൂടി ഞെട്ടി കണ്ണ് തുറക്കുന്നുണ്ട്. എന്നിട്ട് ഉണർന്ന് നോക്കുമ്പോൾ സത്യഭാമ പെട്ടെന്ന് ശാലിനി അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം വിഷ്ണു ഉണരുന്നുണ്ട്. വിഷ്ണു എഴുന്നേറ്റ് കട്ടിലിരിക്കുന്നേ ഉള്ളൂ. ശാലിനി ആകെ പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി ഇതിനകത്ത് കയറാനായിട്ട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി ഒന്നും മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം സത്യഭാമ അകത്തേക്ക് കയറുന്നുള്ളൂ. കാർത്തികയാണെങ്കിൽ ആ വാതിൽക്കൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം നിൻ്റെ കുടുംബ മഹാത്മ്യം തന്നെയാണ് നിന്നെ ഇവിടെ എത്തിച്ചത്, അല്ലെങ്കിൽ കുടുംബം നശിപ്പിക്കാനായിട്ട് നിനക്ക് പണ്ടേ അറിയാമല്ലോ എന്നും പറഞ്ഞ് സത്യഭാമ അങ്ങോട്ട് വാതോരാതെ അങ്ങോട്ട് ശാലിനി അങ്ങോട്ട് വഴക്ക് പറയാൻ തുടങ്ങുകയാണ്. അന്നേരം അമ്മേ ശാലിനി അല്ല എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു അറിയുകയാണ്. അന്നേരം പറയുന്നുണ്ട്, നീ മിണ്ടരുത്, ഭാര്യ വീട്ടിലുണ്ടായിട്ട് മറ്റൊരു വേള എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, മാനം കെട്ട പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ അടക്കി നിർത്തുകയാണ്. അന്നേരം പറയുകയാണ്, നിന്നെ ഈ വീട്ടിലേക്ക് പടി കയറ്റാനായിട്ട് അനുവദിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്, ഈ കുടുംബം നശിക്കാൻ തന്നെയാണ് നീ കയറി വന്നത്, ഇവിടെ എൻ്റെ തറയിൽ ഞാൻ പറയുന്ന ചട്ടമേ നടക്കുകയുള്ളൂ എന്നും പറഞ്ഞ് അങ്ങോട്ട് വഴക്ക് പറഞ്ഞ് തുടങ്ങുമ്പോൾ വീണ്ടും വിഷ്ണു അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല, നിന്നെ ഉപേക്ഷിച്ചവളെ നീ എന്തിനാടാ ന്യായീകരിക്കുന്നത്, അവളുടെ പക്ഷം എന്തിനാണ് പിടിക്കുന്നത്, നിന്റെ ഭാര്യതയെ ഈ നശിച്ചവളല്ല, അതേ അവളാണ് എന്ന് പറഞ്ഞിങ്ങനെ കാർത്തികയെ ചൂണ്ടിക്കാണിക്കുകയാണ്. അന്നേരം ഈ ബഹളങ്ങളൊക്കെ കേട്ടുകൊണ്ട് താഴെ നിന്ന് രോഹിത് ഇങ്ങനെ കയറി വരുമ്പോൾ എന്താണെന്നും പറഞ്ഞ് രോഹിത് പെട്ടെന്ന് കാർത്തിക വെളിയിൽ നിൽക്കുന്നാണ്ട് അകത്തേക്ക് കയറുകയാണ്. അന്നേരം സത്യഭാമയെ എല്ലാവരെയും കണ്ടിട്ട് രോഹിത് ആദ്യം അന്തം വിടുന്നുണ്ട്. അന്നേരം വെളുക്കാൻ തേച്ചത് പാണ്ടായോ എന്നിങ്ങനെ രോഹിത് മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് ഭാമ രോഹിത്തിനെ കണ്ടുകൊണ്ട് പറയുകയാണ്, നീ ഇവിടെ നടക്കുന്നതൊന്നും കണ്ടില്ലേ, ഒരമ്മയ്ക്ക് മകനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ് ശാലിനിയെ വീണ്ടും അങ്ങ് വഴക്ക് പറഞ്ഞു തുടങ്ങുകയാണ്. കാർത്തികയാണ് വിഷ്ണുവിൻ്റെ ഭാര്യ, നീയല്ല, നിനക്ക് തോന്നുമ്പോൾ കയറി വരാനായിട്ട് ഇത് സത്രമൊന്നുമല്ല, നീ പുകഞ്ഞ കൊള്ളിയാണ്, പുറത്താണ്, നീയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചതാണ്, നീ ഇവിടുത്തെ ആരുമല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ സംസാരിക്കുന്നുണ്ട്. അന്നേരം ഈ രോഹിത്ത് പറയുന്നുണ്ട്, സത്യാമ്മയെ കാട് കയറുന്നതിന് മുമ്പ് ഇവർക്ക് പറയാനുള്ള എന്താണ് എന്നുള്ളതൊന്ന് കേട്ടുകൂടെ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം നിൻ്റെ വക്കാലത്തൊന്നും വേണ്ടാന്നും പറഞ്ഞ് രോഹിത്തിനെയും വഴക്ക് പറയുന്നുണ്ട്. തുടർന്ന്
വിഷ്ണു പറയുകയാണ്, അമ്മേ ഡോറ് ലോക്കായി പോയതാണ്, പുറത്തുനിന്ന് ആരോ പൂട്ടിയതാണ് എന്ന് പറയുമ്പോൾ മിണ്ടായിരിടാന്നും പറഞ്ഞ് പറയുകയാണ്. ശാലിനിയും പറയുന്നുണ്ട് മുറിക്കകത്ത് കയറി എന്നുള്ളത് ശരിയാണ്, അത് കാല് വയ്യാത്തത് കൊണ്ട് എന്ന് പറയുമ്പോഴും ശാലിനി അടക്കി നിർത്തുകയാണ്. അങ്ങനെ ഡോറ് വെളിയിൽ നിന്ന് ആരോ പൂട്ടിയതാണെന്നൊക്കെ ശാലിനിയും വിഷ്ണു മാറി മാറി പറയുന്നുണ്ട്. പക്ഷേ സത്യഭാമ കേൾക്കുന്നില്ല. ഇങ്ങനെ ഡോറ് ലോക്കായാലും അകത്ത് കഴിയാനായിട്ട് എന്താ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം, ആരാ നിൻ്റെ ഇവൾ ആരാ എന്നൊക്കെ വിഷ്ണുവിനോടും ചോദിക്കുന്നുണ്ട്. ഇവൻ നിൻ്റെ ആരാന്നൊക്കെ ശാലിനിയോടും തിരിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് കാർത്തി ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് സത്യഭാമ ശാലിനിയുടെ മുന്നിലേക്ക് നിർത്തുകയാണ്. ദേ ഇവളാണ് ഇവൻ്റെ ഭാര്യ, എല്ലാ വിധത്തിലും ഈ കുടുംബവും നാടും വീടും ഒക്കെ അംഗീകരിച്ച ഇവളാണ് ഇവൻ്റെ ഭാര്യ. നിന്നെയും ഇവളെയും തമ്മിൽ ഒരു തട്ടിൽ തൂക്കിയാൽ ഇവൾ തങ്കമാണ്, ഇവളുടെ തട്ട് താന്നേ ഇരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും രോഹിത് പറയുന്നുണ്ട്, ഒരബദ്ധം പറ്റിയതാവും സത്യാമ്മേ, ക്ഷമിച്ചൂടെ, ഇനിയൊന്നും പറയണ്ടെന്ന് പറയുമ്പോൾ വീണ്ടും രോഹിതിനെ ഭാമ അങ്ങോട്ട് വഴക്ക് പറയുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ സത്യഭാമ ഒന്ന് സംസാരിക്കാനായിട്ട് ശാലിനി സമ്മതിക്കുന്നില്ല. ശാലിനി ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ കാർത്തിക നോക്കുന്നുണ്ട്. പക്ഷേ കാർത്തിക അങ്ങ് മുഖം കുനിച്ച് നിൽക്കുകയാണ്. വിഷ്ണു ഒരുപാട് സംസാരിക്കാനായിട്ട് വിഷ്ണു അവസാനം പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും അല്ല, ഒരു മുറിയിൽ ഇവിടെ ആയിപ്പോയതാണ്, ലോക്ക് പുറത്തുനിന്ന് ആരോ പൂട്ടിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് വിഷ്ണു. അമ്മ ഇക്കരിച്ചും പറയുന്നുണ്ട്. പക്ഷേ ഭാമ ഒന്നും കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല. തുടർന്ന് ഇവൾ എന്ത് വേണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങോട്ട് പിടിച്ച് വലിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ദേ വിഷ്ണുവിൻ്റെ 7 അയലത്ത് പോലും നിൻ്റെ നിഴല് പോലും വരാനായിട്ട് പാടില്ല, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോ അപ്പുറത്ത് എന്നിങ്ങനെ പറയുകയാണ്. അതിന് ശാലിനി ആകെ അങ്ങ് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. വിഷ്ണുവിന് ആകെ അങ്ങ് ദേഷ്യവും കലിയും ഒക്കെ വരികയാണ്. വിഷ്ണു ദേഷ്യത്തിൽ കട്ടിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് അവിടെ കിടന്നൊരു കസേര നീക്കിയൊക്കെ എറിയുന്നുണ്ട്. ശാലിനി കാർത്തിക അത് കണ്ട് ഞെട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭാമ ആകെ കലി തുള്ളി നിൽക്കുകയാണ്. ശാലിനി അങ്ങ് മോശമായിട്ടാണ് അവിടെ ഭാമ ചിത്രീകരിക്കുന്നത്. ശാലിനി അങ്ങ് കണ്ണടച്ച് നിൽക്കുകയാണ്, എല്ലാം കേട്ടുകൊണ്ട് സഹിച്ച്. വിഷ്ണുവിന് അതങ്ങ് ആകെ അങ്ങ് അപമാനമാവുന്നുണ്ട്, ഒരു തെറ്റും ചെയ്യാതെ ശാലിനി അവിടെ അങ്ങനെ കേൾക്കേണ്ടി വന്നതിൽ. തുടർന്ന് ശാലിനി അങ്ങ് ആകെ സങ്കടപ്പെട്ട് അങ്ങ് താഴേക്ക് പോകുമ്പോൾ രോഹിത് അത് സത്യാമ്മയെന്ന് പറയാൻ വരുമ്പോൾ, നിൻ്റെ വക്കാലത്ത് ഇനി എനിക്ക് വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിഷ്ണുവും കാർത്തികയും അകത്തെ റൂമിൽ നയിക്കുകയാണല്ലോ. സത്യഭാമയാണെങ്കിൽ പുറത്ത് നിന്ന് വാതിലങ്ങ് പിടിച്ചങ്ങ് അടയ്ക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ കാർത്തികയെ നോക്കുന്നുണ്ട്. കാർത്തിക പക്ഷേ തലകുനിച്ച് തന്നെ നിൽക്കുകയാണ്. വിഷ്ണു ദേഷ്യത്തിൽ അകത്ത് ഇരിക്കുന്നുണ്ട്. തുടർന്ന് വാതിലടച്ച ശേഷം സത്യഭാമ ഇങ്ങനെ രോഹിത്തിനെ നോക്കുമ്പോൾ രോഹിത് അവിടെ നിന്ന് തടി തപ്പുകയാണ്. ഒന്നും പറയാനായിട്ടും സാധിക്കുന്നില്ല. തുടർന്ന് ആകെ വിഷമത്തിൽ താഴേക്ക് പോയ ശാലിനി ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. പക്ഷേ പുതിയ പ്രൊമോ വന്നിരിക്കുന്നതിലൊക്കെ വീണ്ടും വിഷ്ണു ശാലിനി തങ്ങൾ സംസാരിക്കുന്നതും എല്ലാം ഒക്കെ ഉണ്ട്. അടുത്തിടപഴകുന്ന സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക്